In this country, you start with an idea. Turn that idea into code. Turn that code into something that changes everything. In 30 seconds. അടുത്തിരിക്കുന്ന ആള് 30 seconds extend ചെയ്താൽ എഴുന്നേറ്റോ? നേരത്തെ നല്ല പവർ നാപ്പ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? എന്റെ പേര് ആശിഷ്. എവിടെ വീട്? ട്രിവാൻഡ്രത്താണ്. എത്ര വയസ്സായി? ഇപ്പോൾ 21 വയസ്സ്. കോളേജ് പാസ് ഔട്ട്. Awesome, nice. സോ ഞാൻ ബിൽഡ് ചെയ്യുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എൻ്റെ തന്നെ ഒരു പേഴ്സണൽ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് ഞാൻ ബിൽഡിങ് സാധനം. സോ വാട്ട് ഇറ്റ് ഈസ്, ദർ ആർ ലോട്ട് ഓഫ് റിയലി ഗുഡ് ബ്ലോഗ്സ് ഔട്ട് ദർ. ഞാൻ സംതിങ് ദാറ്റ് takes a blog and converts it to an audiobook. Yep. Not exactly an audiobook, but something like you could listen to when you are walking or doing something else. Yep. So അതാണ് ഞാൻ ബിൽഡ് ചെയ്യുന്ന സംഭവം. അതിന് എത്ര പെർസെന്റേജ് ആയി ബിൽഡ് ചെയ്തിട്ട്? ലൈക്ക് ബിൽഡ് ചെയ്ത് MVP റെഡിയാണ്. UI കുറച്ചുകൂടെ പോളിഷ് ചെയ്യാം. Okay. So that's any ask or mentorship or something you need to kind of complete? Mentorship as in like I by heart I'm an engineer, but how to do market research and how to go to market like stuff. Yeah, talk to designer and Saijil. These two people are the best people who can help. Talk to them. Go. Yeah, okay. So that's ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റ് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ടു ബി ഓണസ്റ്റ് ഇവിടെ വന്നിട്ടല്ല ഇതിപ്പോൾ ഇത് ഉണ്ടാക്കി തുടങ്ങിയത്. കുറച്ച് കാലമായിട്ട് ഞങ്ങളിത് ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. 80% കംപ്ലീറ്റഡ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ റെസ്റ്റോറൻറ്റ്സിന് ഓഫേഴ്സും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കൈൻഡ് ഓഫ് ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ചോദിക്കും ഷാനോട് ഞാൻ പറഞ്ഞപ്പോൾ ഷാൻ ഇങ്ങനെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ തന്നു. എന്ന് വെച്ചാൽ ഓൾറെഡി പെറ്റ് പൂജ ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള പ്ലേയേഴ്സൊക്കെ ഓൾറെഡി മാർക്കറ്റിലുണ്ട്, പിന്നെ എന്തുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ എന്ന് വെച്ചാൽ പെറ്റ് പൂജ ഒരു എക്കോസിസ്റ്റമാണ്. പക്ഷേ പെറ്റ് പൂജ ഓൾമോസ്റ്റ് അവർ ഒഫീഷ്യലി റിവീൽ ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് 27 to 30% ആണ് അവരുടെ മാർക്കറ്റ് ഷെയർ ഉള്ളത്. അതല്ലാതെയും മറ്റൊരു വലിയൊരു ശതമാനമോ ഈ ഒരു മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാണ്ട് ബാക്കി കിടക്കുന്നുണ്ട്. അതായത് ഈ ഒരു ആൾക്കാരിലെ കടയിൽ നടക്കുന്ന കാര്യങ്ങൾ ഓഫേഴ്സ് ആയാലും എന്തായാലും ആൾക്കാർ അറിയുന്നില്ല. അപ്പോൾ അവരെ അറിയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം വാട്സപ്പ് മുഖേന നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ കൂടെ കസ്റ്റമേഴ്സിൻ്റെ QR ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് അതിന് കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ. എത്ര പൈസ? മണി ഇൻ ദ ബാങ്ക്? ഇല്ല, മണി ഇൻ ദ ബാങ്ക് ആയിട്ടില്ല. അപ്പോൾ അതാണ് ഷാൻ പറഞ്ഞ ഒരു മണി ഇൻ ദ ബാങ്ക് ആണ്. ഈ ബാങ്ക് എടുക്കണം എന്നുള്ളതാണ് മണി ഇൻ ദ. അതാണ് ഞങ്ങൾക്ക് തന്ന ഫസ്റ്റ് അഡ്വൈസ്. മണി ഇൻ ദ ബാങ്ക്. താങ്കൾ 5 കൊല്ലത്തിൽ എൻ്റെ പോഡ്കാസ്റ്റ് ഗസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ? ഞാനിപ്പോൾ കറൻ്റ്ലി എന്താ പറയുക, ഞാൻ ഡെവലപ്പർ തന്നെയാണ്. ഞാനിപ്പോൾ ലൈക്ക് B2B കുറേ 10 to 20 മെമ്പേഴ്സുള്ള കുറേ ഇൻറ്റീരിയർ ഡിസൈനിങ് ടീമിന് അവരെ കുറേ കോൾഡ് കോൾ ചെയ്തിട്ട് ലൈക്ക് 2 days ago തുടങ്ങി. ബട്ട് ഇപ്പോഴും ഞങ്ങൾ ആ വാലിഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഞങ്ങൾക്ക് നമ്മളിപ്പോൾ റാഗൊക്കെ വെച്ചിട്ട് അവർക്ക് ലൈക്ക് ഫുൾ പ്രൊജക്റ്റിൻ്റെ ആ ഒരു ഇതും ചെയ്യാനും പറ്റും. ലൈക്ക് ആ ഇന്റീരിയർ ടീമിന് ഇപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഒരു ഐഡിയ, ഒരു കളർ ചേഞ്ച് വന്നു. അപ്പോൾ അതന്നെ ലൈക്ക് ഫുള്ള് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ അവർക്ക് ചേഞ്ച് വരുത്താം. അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ഒക്കെ ആവും. അതൊക്കെ ലൈക്ക് നമ്മളെ സൈഡിൽ നിന്ന് വരുന്ന ഇന്നോവേഷൻ ആയിരിക്കും. പക്ഷെ നമുക്ക് ലൈക്ക് എനിക്ക് നോ ഐഡിയ അബൌട്ട് ഇന്റീരിയേഴ്സ്. സോ ഞാനിപ്പോൾ കറന്റ് ചെയ്യണം എന്താ വെച്ചാൽ ഈ കോൾഡ് കോൾ നടത്തി വേറെ ഫ്രണ്ട് കോൾഡ് കോൾ നടത്തി അവന് നെറ്റും അവരുടെ ഡിസൈൻ പാർട്ണർ വർക്ക് ചെയ്യാം. എക്സാക്ട്ലി അവരുടെ പാർട്ണറാവും. അതെ, അവർക്കുള്ള ഇത് അവരുടെ ടൈമോ ഇന്നലെ പറഞ്ഞ പോലെ അവരുടെ ടൈമോ അവരുടെ റവന്യൂ കൂട്ടുന്ന പരിപാടി ചെയ്യുകയാണെങ്കിൽ then there is a chance. So if there is a chance, then we can sell to other people. So that is the mission. Next 12 hours allo you have to have a product demo ready. MVP ൽ എത്തുള്ളൂ. ലൈക്ക് നിങ്ങൾ പറഞ്ഞ പോലെ പ്രഷർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ വാലിഡേറ്റ് ചെയ്ത് പോകണുള്ളൂ. Cool. So yeah. Okay, so we had some interesting sponsors as well. Like, what do you have to talk about, like how they've contributed to the event? യെസ്, ഇവരെല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഓവർ ദി ഇയേഴ്സ് ആയിട്ട് ബിൽഡ് ചെയ്ത് ഈവൻ KPH മീറ്റപ്പിൽ നിന്നായിട്ട് ഫൗണ്ടേഴ്സ് വന്ന് ഏർലി വേർഷൻ കാണിച്ചിട്ടുണ്ട്. KPHിലുള്ള പല ആൾക്കാരാണെങ്കിലും നോട്ട് ജസ്റ്റ് മലയാളീസ് ലിവിങ് ഇൻ കേരള ബട്ട് മലയാളീസ് അറൗണ്ട് ദ വേൾഡ് ബട്ട് സ്റ്റിൽ ആർ ലുക്കിംഗ് ടു കോൺട്രിബ്യൂട്ട് ടു ദ സ്റ്റാർട്ടപ്പ് ആൻഡ് പ്രൊഡക്റ്റ് എക്കോസിസ്റ്റം ഓഫ് കേരള. അപ്പോൾ ഹ്യൂജ് താങ്ക്സ് ടു എവറി സ്പോൺസർ. നെയിം ഡ്രോപ്പ് ചെയ്യുന്നില്ല ബട്ട് എവറി വൺ ഈസ് എ റിയലി ഗുഡ് റോൾ ഇൻ playing with. George
everybody in US, even നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു, he kind of contributed as well. പല ആൾക്കാരും helped out for the event to make it happen. കാരണം it's like a long effort and long thing ആണ്. ഈവൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പല എക്യുപ്മെൻറ്റ്സും ഈവൻ ഇനിയുള്ള എപ്പിസോഡ്സൊക്കെ നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ സപ്പോർട്ടിങ് ഇറ്റ് ഇൻ കാരണം അവരായാലും സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഹാക്കത്തോണിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇവൻറ്റിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ പറയുക കമ്പനി ബിൽഡ് ചെയ്ത് വന്നതെന്നുള്ളതാണ് റിയാലിറ്റി ഓഫ് സിറ്റുവേഷൻസ്. അപ്പോൾ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു ഇവൻറ്റ് വന്നപ്പോൾ ഇറ്റ്സ് ലൈക്ക് നോ ബ്രെയിനർ ഫോർ ദം ടു കോൺട്രിബ്യൂട്ട് ബാക്ക് ആൻഡ് താങ്ക്സ് ഫോർ പേയിങ് ഇറ്റ് ഫോർവേഡ് ബാക്ക് ടു ദ കേരള സൊസൈറ്റി എന്നുള്ളതാണ്. നമുക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, അതിലേക്ക് റൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. റെഗുലേഷൻസ് വായിച്ചിട്ടുണ്ടോ? ഡിഡ് യു റീഡ് ദ ആക്ച്വൽ റെഗുലേഷൻസ്? ആർ യു ഗൂഗിളിംഗ് ദ റെഗുലേഷൻ? ഞാനൊരു ആ രൂപത്തിലുള്ള ചെറിയൊരു നടത്തിയിട്ടുണ്ടായിരുന്നു. റെഗുലേഷൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേഷൻ ഹാസ് എ ലോട്ട് ഓഫ് ഇൻ്റർപ്രിറ്റേഷൻസ്. റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ പോലെയാണ്, ഓരോരുത്തർ വായിക്കുന്നതിനും ഡിഫറെൻറ്റ് ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ടാവും. യു ഹാവ് ടു റീഡ് ദ റെഗുലേഷൻ ബിക്കോസ് റെഗുലേഷൻ്റെ എവറി വേർഡ് ഹാസ് എ മീനിങ് and you should understand the spirit of the regulation. Some people try to make outsmart the regulation, so that's where they fall into the problem. See, in certain industries like transport, Uber motto undayirunallo that I'll break the rules and then I'll say sorry. That never works in fintech. If you break the rules, you pay a big penalty. Regulators work in fintech is very different because it is about people's money. It's hard earned money, right? So in the regulation nu parayumbothekkum we have to sit down. Regulation 10 pages, 15 pages, you have to read that. You can't take a shortcut. So fintech in that you can never be a like what if you look at why didn't Reliance start a bank? Why didn't Google start a bank? Why didn't Microsoft start a bank? Why didn't Apple start a bank? Because once you're a bank, you get regulated. You can't have 100x profits. A bank by design can only have 10 times profit. There's some formula is there. You have to have assets kept against your shareholding valuation. So regulated entity എന്ന് പറയുമ്പോഴത്തേക്കും സോ ദ ഫിൻടെക് എന്നുള്ള സാധനത്തിൽ ചില മിഥ്യകളുണ്ട്. എന്ന് പറഞ്ഞാൽ we believe that we can build technologies for financial institutions. So either it can be fin or it can be tech for financial companies or financial companies for humans. ഈ ഫിൻടെക് എന്ന് പറഞ്ഞ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടെർമിനോളജിയാണ് ആക്ച്വലി. ഈ ഒരു പ്രോഡക്റ്റ് ഗുഡാണ്, നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ കർസർ എൻ്റെ കമ്പനിയിൽ 2000 എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതിൽ 200 എഞ്ചിനീയേഴ്സ് കർസർ യൂസ് ചെയ്യുന്നുണ്ട്. 200 അല്ല 150 എഞ്ചിനീയേഴ്സ്. അവരാരും ഇൻഫാക്ട് ഞങ്ങളുടെ ഇൻഫോസെക് പോളിസിയിൽ പറഞ്ഞ് കർസർ യൂസ് ചെയ്യാൻ ഞങ്ങൾ റെഡിയല്ല. കാരണം അതെവിടെയാണ് ഡേറ്റ പോകുന്നത്, അതിൻ്റെ we have to build some MCP so that all prompts which is given are also kind of audited somewhere because we are regulated entity. ഞങ്ങൾ ഫിനാൻഷ്യൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഒക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷേ പിള്ളേർ അവർക്ക് പണി പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു enthusiasmത്തിൽ they are using it. So these are the 150 people I also look at as the next bright stars because അവർക്ക് ഒരു ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. They are forcing us to evaluate cursor. ഈ ബാക്കിയുള്ള 1850 പേര് അവർ ചിലവന്മാർ എന്താ പറയുക വിഷ്വൽ സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നു, അതിലും കുറേ ഉള്ളവന്മാർ ഇൻഡിവിജ്വൽ യൂസ് ചെയ്ത് അവർ ജീവിതം പോകുന്നു, രാവിലെ വരുന്നു, വൈകിട്ട് പോകുന്നു. പക്ഷേ ഈ 150 പേര് എന്താ ചെയ്യുന്നത്? അവർ കർസർ യൂസ് ചെയ്യാൻ കാരണം അവർക്ക് കൂടുതൽ വർക്ക് ചെയ്ത് പെട്ടെന്ന് വീട്ടിൽ പോകണം, അല്ലെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യണം, കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അവരാരും പറഞ്ഞിട്ടല്ല കർസർ അവർ യൂസ് ചെയ്തത്. അവർ ബേസിക്കലി അവർ കണ്ടു, അവർക്ക് നോക്കുമ്പോൾ എൻ്റെ വർക്ക് ഐ ക്യാൻ ഡു ഇറ്റ് ബെറ്റർ. സോ വെൻ യു ഡു സംതിങ് ആൻഡ് ഷോ ഇറ്റ് ടു വൺ പേഴ്സൺ റൈറ്റ് ദാറ്റ് ദിസ് ഇസ് എ ബെറ്റർ വേ ടു ഡു തിങ്സ്, ഇറ്റ് വിൽ ക്യാച്ച് അപ്പ്. യു ഡോണ്ട് നീഡ് കമ്പനീസ്, യു ക്യാൻ ഫോഴ്സ് ദെയർ ഹാൻഡ്. ഇപ്പോൾ എത്രയോ കമ്പനീസിൽ ഐ മീൻ റെസ്ട്രിക്റ്റഡ് ഭയങ്കര എന്താ പറയുക ട്രഡീഷണലായിട്ടും സ്ലോ മൂവിങ് ആയിട്ടുള്ള വളരെ വളരെ കമ്പനീസിൽ ഇപ്പോൾ വിൻഡ് സർഫും കർസറും അവർ ലൈസൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ വർക്കിംഗ് വിത്ത് കർസർ ടു മേക്ക് ഷുവർ ഹൗ ക്യാൻ ഐ make it compliant, SOC 2 compliance അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. Because they have no choice. It's not like they want to spend another $200 a month for cursor. പക്ഷേ അവർ കൊടുത്തില്ലെങ്കിൽ ഇവരെന്തായാലും യൂസ് ചെയ്യും. 2023 ഞങ്ങൾ ഫസ്റ്റ് ഒരു ഫിൻടെക് ഐഡിയ ആയിരുന്നു. അതിൽ ഗവൺമെന്റ് ഡിപ്പെൻഡ് ആയിട്ട് പുറത്തുനിന്ന് വരുന്ന സിറ്റിസൺസിന് ഇവിടെ UPI സിം ആക്സസ് ചെയ്യാന്നുള്ളതായിരുന്നു. അന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് ഒന്നും UPI ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അന്ന് ട്രിവാൻഡ്രത്ത് വെച്ച് ഈ UPIയുടെ ആർക്കിടെക്ചർ പ്രമോദ് വർമ്മയോടൊക്കെ ചോദിച്ചു, ഇത് പോസിബിൾ ആണോ ചോദിച്ചു. ഞങ്ങൾ നോൺ NBC ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇങ്ങനെ ലീഗൽ ഇഷ്യൂ ഉണ്ടെന്ന് അറിയാം. കാരണം ആധാർ ഫോൺ നമ്പർ ഇല്ലാതെ UPI ആക്സസ് ചെയ്തിട്ടില്ല, അങ്ങനെ ഇങ്ങനത്തെ ഫിനാൻസ് കാര്യങ്ങൾ നടത്തത്തില്ല എന്നുള്ള കുറേ റൂൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചോദിച്ച് ഡൗട്ട് ചെയ്ത് പുള്ളി പറഞ്ഞത് അന്നത്തെ പോയിന്റിൽ അത് ഇമ്പോസിബിൾ ആണെന്ന് പുള്ളി പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞ് 2024 കഴിയാറായി. ഈ ഇയർ തന്നെ UPI ഇതേ ഫീച്ചർ തന്നെ
അവർ തന്നെ കൊണ്ടുവരികയും ചെയ്തു. സിറ്റിസണിന് വേണ്ടി പുറത്തുനിന്ന് വരുന്നവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ആധാർ പേയ്മെന്റ് നടത്താൻ വേണ്ടി പറ്റി. അപ്പോൾ അന്ന് ഞങ്ങൾ ഐഡിയ ഭയങ്കര പ്ലാനൊക്കെ ഭയങ്കര enthusiastic ആയിട്ട് തുടങ്ങിയ ഐഡിയാസാണ്. പക്ഷെ അന്ന് ഞങ്ങൾക്കിത് അങ്ങനെ റൂൾ ഇഷ്യൂ വന്നപ്പോൾ ഭയങ്കരമായിട്ട് പിവിറ്റി കണ്ടു, ഭയങ്കര വിഷമമൊക്കെ വന്നു. ഇപ്പം ഇന്ന് പോലും ഇന്ന് ഡെമോ കാണിക്കുന്ന പ്രൊഡക്റ്റിൽ പോലും ഗൂഗിളിൻ്റെ ലോഗിൻ വിത്ത് ഡിജി ലോക്കർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു 4 മാസമായിട്ട് ട്രൈ ഔട്ട് ചെയ്യാണ്. API ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിൽ മനസ്സിലായി. അത് നിങ്ങൾ മാത്രമല്ല, ഞാൻ പറഞ്ഞു ഫിൻടെക്കിൽ അങ്ങനെയാണ്. പക്ഷേ ഐ വിൽ ഗിവ് എ ജനറൽ കോൺസെപ്റ്റ് ഫോർ ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു നോ വെദർ യു ഹാവ് റൈറ്റ് ടു പ്ലേ. വാട്ട് ഈസ് യുവർ റൈറ്റ് ടു പ്ലേ? വൈ ആർ യു ഇമ്പോർട്ടൻറ്റ്? ഡു യു ഹാവ് റൈറ്റ് ടു പ്ലേ? ഡു യു ഹാവ് റൈറ്റ് ടു വിൻ? റൈറ്റ് ടു വിൻ വിൽ ഓൺലി കം ഇഫ് യു ഹാവ് റൈറ്റ് ടു പ്ലേ. UPI unfortunately, അല്ലെങ്കിൽ ഫിൻടെക്കിൻ്റെ കേസിൽ റൈറ്റ് ടു പ്ലേ, സീറ്റ് ഓൺ ദ ടേബിൾ ഡസൻ കം ഫ്രീ. If you read the first UPI 1.0 spec, see, if you're in fintech, you have to start reading specs. You have to start reading RBI പേജിൽ പോയിട്ട് ഇരിക്കേണ്ടി വരും, കുത്തിരിക്കേണ്ടി വരും. We had built a bunch of really early mobile products. ആപ്പ് സ്റ്റോറിൽ പ്ലേ സ്റ്റോറിൽ ഫസ്റ്റ് 1 million ഇൻസ്റ്റാൾസ് കൊടുത്ത ആപ്പ് ആയിരുന്നു. ലോട്ട് ഓഫ് ചാനൽ ഉണ്ട്, ഡീപ് ടെക്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ചെക്ക് ഇറ്റ് ദ പോഡ്കാസ്റ്റ്. പിന്നെ we moved to Bangalore when SF, പിന്നെ ഞങ്ങൾ തിരിച്ച് കമ്പനി സെൽ ചെയ്തു. ഓൾസോ ഇൻവെസ്റ്റർ ആസ് വെൽ ആണ്. സോ ഇഫ് യു ഗൈസ് ലക്കിലി ചെറിയ ചെക്കൊക്കെ വേണമെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് അപ് ടു ഹിം എന്നുള്ളതാണ്. ഇപ്പം തന്നെ പറഞ്ഞു. My name is Janice. This is Dunan. നമ്മൾ Red Bull നാണ് വരുന്നത്. I heard that your hackathon started yesterday. So I assume you all might be feeling a little tired. Okay, so like to listen to it with full energy. നമ്മൾ എല്ലാവർക്കും just ഒന്ന് ക്യാൻസ് ഒക്കെ തന്നിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. ആരൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ട് പോഡ്കാസ്റ്റ് ആബിദായിട്ടുള്ളത്? ഗുഡ്. Truecaller ഏതൊക്കെയാ? ZestMoney, Chillr, അൺഅക്കാഡമി, കൂട്ടിപ്പോയ എല്ലാ കമ്പനികളിലും എക്സിറ്റ് അടിച്ച എല്ലാ കമ്പനികളിലും. എങ്ങനെയാണ് ഈ കമ്പനികളെ പൊട്ടിച്ചത്? അപ്പോൾ he is more of product person which you can really tap into. പൊതുവെ നമ്മുടെ കേരളത്തിൽ സാസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരിടത്ത് കയറി പറ്റും, അവിടെ ഒരു 10 സാധനങ്ങൾ ഓപ്പർച്യൂണിറ്റി ആണ് അവിടെ നമ്മൾ ഉണ്ടാക്കും. സോ സാസ് ലൈക്ക് ദാറ്റ് ഈസ് ഡെഡ്. ഇങ്ങനെ എല്ലാവർക്കും എന്തും ഉണ്ടാക്കാൻ പറ്റുന്ന ലോകത്ത് എന്താണ് നമ്മുടെ ഡിഫറൻഷിയേറ്റർ, എന്താണ് നമ്മുടെ മോത്ത്, എന്താണ് നമ്മുടെ ഡിഫെൻഡബിലിറ്റി, USP, റൈറ്റ്? വാട്ട് ഈസ് ഇറ്റ്? സോ വൺ ഓഫ് ദ തിങ് വി കെയിം അപ്പ് വിത്ത്, ക്യാൻ വി ബിൽഡ് ഇമ്മensely ഗുഡ് experience, not even design, immensely good experience. I'll start with, so we look at a lot of apps around the globe. Something we look up to is Airbnb. If you ever book through Airbnb, you always remember that experience. We are trying to do Airbnb plus and it's too much to dream. Will user pay for this extra effort we do? No, definitely no. They don't care. They have to get the action done. But will they talk about it? Will they remember it? Yes, this is my personal take on that. My CTO don't agree, but that's my take. Second part of it is, can we build a lot of assets that people can't move from the platform? I'll tell you, free charge, right? Kunarsha's first gig. One of the things they did really smart is, they will for free they will fill your wallet 10 rupees, 20 rupees, whatever it is. Then you won't uninstall that app because you have the 20 rupees in it, right? Or in Chillr, we build something called Splitwise. You love Splitwise, hate Splitwise, they change their pricing, whatever it is. You will never delete that app because it's your ledger, right? There is no way you get out of it. So it's very contextual to what we are building. But can we think about few things people will stay invested in? Hey, my data is here or my XYZ is here, I can't move out of it. I'm not saying build dark patterns. Build really good use cases. You can export
things from Splitwise, but there is no place you can import in Splitwise the data you have from there. So this is the two angle we were like yesterday discussing. So I'll start with that. It also creates a huge hook for retention. Retention hook was never a part of a discussion in SaaS world, right? I try to watch videos, very less is there, but now retention is the key, because everyone else or internally a junior engineer will most likely build the service you are selling to them, right? So one of the way to think about SaaS, I would assume most of you are building SaaS products. They're like finding this one thing, right, which people will be hooked for. സോ ഫാർ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസസ്? ഒരു യങ്ങസ്റ്റ് കാൻഡിഡേറ്റ് ആണ്, 16 വയസ്സാണ്. എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈം ഹാക്കത്തോൺ? ഇത് ഫസ്റ്റ് ടൈം ഹാക്കത്തോൺ ഞാൻ മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആയിട്ടാണ്. ലൈക്ക് ഇവിടെ ഒരാളല്ല വിൻ ചെയ്യുന്നത്, എല്ലാവരും വിൻ ചെയ്യുന്നുണ്ട്. ബിൽഡ് ചെയ്യുക, ലോഞ്ച് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരു ലോഞ്ച് പാഡാണ് ആക്ച്വലി ഒരു സാധനം. അപ്പം ഈ ഒരു സംഭവം ലൈക്ക് വേറെ എവിടെയും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. എൻ്റെ KPHന് മാത്രമായിട്ടുള്ള ഒരു പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു സാധനം മാത്രമാണ്. I mean, he's young and very young, and even KPH വേണ്ടി ആദ്യമായിട്ടാണ് കേട്ടത്. എനിക്ക് few days back ആണ് കേട്ടത്. Then somehow he teamed up and come with the hackathon. പക്ഷേ when he came here and everything, he got that pulse from the mentors and right things to be talked about. Rather bullshit ഒന്നുമല്ല, straight to the point. How to make a product, how to make the first dollars of income from the internet, how to work with the team, how to find co-founders. പല കാര്യങ്ങളും when he was here from the first hand view, oh man, I could see the joy from his eyes. നമ്മൾ ഏജ് ലിമിറ്റ് അല്ല വെച്ചിട്ടുള്ളത്. So it's like if they are top 1% talent, they are here എന്നുള്ളതാണ് മെയിൻ തിങ്. എൻ്റെ ഫ്യൂച്ചറിൽ ലൈക്ക് ഒരുപാട് കാര്യങ്ങളിൽ ചേഞ്ച് വരെ അല്ലെങ്കിൽ തോട്ട്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് വന്ന് ഒരു മൊമെന്റ് ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു KPHന്റെ ഹാക്കത്തോൺ അങ്ങനെ പറയാം. Good to hear that. Next, who wants to volunteer? ഇവിടുത്തെ മെന്റേഴ്സ് ആണെങ്കിലും കാര്യങ്ങൾ റൈറ്റ് പോയിന്റ് അപ്പം തന്നെ കൺവേർട്ട് ചെയ്ത് പറയുന്നുണ്ട്. സോ അതിൽ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ പോലും അതിലേക്ക് കണക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഇല്ലെങ്കിൽ ആരെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആരാണ് നമ്മളെ കസ്റ്റമർ. സോ ഒരു കസ്റ്റമർ ആ ക്ലയൻറ്റും തമ്മിലുള്ള റിലേഷൻ കാര്യങ്ങളും. We came with an almost developed product, but our idea got more refined when we came here. So it is just more beyond product building. ഓക്കെ, ആക്ച്വലി ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു 3 ഹാക്കത്തോൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം ടീംസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക പോലും ഇല്ല. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പോയ ഹാക്കത്തോണിലൊന്നും ഒരിക്കലും ടീംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യില്ല. എല്ലാവരും അവരുടെ കാര്യം നോക്കി പോകും. കോമ്പറ്റീഷൻ പോലെ ആയിരിക്കും. ഇത് ലിറ്ററലി നമ്മളെ സ്കെയിൽ വലുതാവുന്നുണ്ട്. നമുക്ക് മനസ്സിലാവും ഇങ്ങനെ എക്കോ സിസ്റ്റത്തിൽ ഇങ്ങനെ അടിപൊളി കാര്യങ്ങൾ ഉണ്ടാക്കണ അടിപൊളി ആൾക്കാരുണ്ട്. അപ്പോൾ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഗോൾഡ്. ഒരു കൊളാബറേറ്റീവ്നെസ് കൊണ്ടുവന്നു ആ കോമ്പറ്റീഷന് മാറ്റിയിട്ട്. ദാറ്റ്സ് എ ഹോൾ പ്രോസസ് ആസ് വെൽ. Who wants to go next? ഇതേപോലെ നമ്മളൊരു 3 മാസം ഇതേപോലെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് എന്തായാലും ഒരു $1,000 അല്ല അതിന് മുകളിൽ വലിയ റവന്യൂ വരും. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹാക്കത്തോൺ, അതായത് ഫിസിക്കൽ ഹാക്കത്തോൺ എന്നുള്ള കേസിൽ എൻ്റെ കേസിൽ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ ഐ വാസ് ലൈക്ക് ഒരു കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റിലാണ് ഇവിടെ വന്നത്. ലൈക്ക് നമ്മളൊരു ലൈക്ക് ഡെവ് പോസ്റ്റിലൊക്കെ വരുന്ന ഹാക്കത്തോൺസിൽ വരുന്ന നമ്മൾ ഇടിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. അവിടുന്ന് മാറിയാണ്ട് ലൈക്ക് റിലാക്സ്ഡ് ആയിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ള കുറച്ചും കൂടി പ്രോസസ്സിൽ അപ്പുറം കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി, കുറേ ആൾക്കാരുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് ഇൻപുട്ട് കിട്ടി. അങ്ങനെയുള്ളൊരു ലൈക്ക് ഇറ്റ്സ് മോർ ദാൻ ഹാക്ക്. ഇന്നെ സംബന്ധിച്ചുള്ള ഒരു എക്കോസിസ്റ്റം ബഡ് ചെയ്യുന്നൊരു പോലെയാണ്. ഹോപ്പ് യു ക്യാരി ദിസ് മൈൻഡ് സെറ്റ് ആസ് യു സ്റ്റാർട്ട് ദ ജേർണി ഹെഡ്. കുറേ കൊളാബറേറ്റീവ്നെസ് ആണ് ദാൻ എ കോമ്പറ്റീറ്റേഴ്സ്. കാരണം there is space for multiple players in the market and there's like more money to be made എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഇവിടെയുള്ള കുറേ പ്രൂവൻ സാധനങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ ബിൽഡ് ചെയ്യുക, പ്രൊഡക്റ്റിന് എങ്ങനെ ഫണൽസ്, AAR, ഇതൊക്കെ നമ്മൾ പ്രൊഡക്റ്റിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത റവന്യൂ ഉള്ള കേസുകളെ കുറിച്ച് പറയുന്നത്. റാൻഡം യൂട്യൂബ് വീഡിയോ എന്നുള്ള സംഭവം പറയുന്നില്ല, ഫ്രം ദ എക്സ്പീരിയൻസ് തന്നെയാണ് ഓരോ വന്ന ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. കോമ്പറ്റീഷൻ അല്ലായിരുന്നു, കൊളാബറേഷൻ ഓവർ കോമ്പറ്റീഷൻ ആയിരുന്നു. ഈ ഇൻഫർമേഷൻ വട്ട് ഓർ യു ഗോട്ട് ഇറ്റ് അത് ടേക്കപ്പ് ചെയ്തിട്ട് അതിന് മുകളിൽ ബിൽഡ് ചെയ്യുമ്പോഴാണ് വി വിൽ ബി മോർ ദാൻ ഹാപ്പി. ഞാൻ പറഞ്ഞല്ലോ, ഈവൻ ഫസ്റ്റ് ഡേ പറഞ്ഞ തന്നെ അവർ ഹാപ്പിനെസ് ഈസ് യു ഗൈസ് ഗോ ആഫ്റ്റർ ദിസ് ആൻഡ് come back and say, oh, hey, my product is having $10,000 per month. അല്ലെങ്കിൽ ഇത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ കിക്ക് ഫോർ us.